ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന വോയിസ് എന്റെ മൈക്കിലൂടെയാണ് ഗൈസ്. ഞാൻ മൈക്കിലൂടെ ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ വീഡിയോ ഇടുക. സോറി, മൈക്കിലൂടെ ആയിരിക്കും. പക്ഷെ എന്ത് പൊട്ടത്തരാണ്. ഹായ് ഹലോ, ഇറ്റ്സ് മീ രഞ്ജുട്ടി. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുപോലെ തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു മൈക്കാണ് കേട്ടോ. കുറേ കാലത്തെ എൻ്റെ ആഗ്രഹമാണ് ഒരു മൈക്ക് മേടിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ യൂട്യൂബിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. കാരണം നമ്മൾ പലപ്പോഴും വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ വോയിസ് അടുത്തൊക്കെ വെച്ച് സെൽഫി സ്റ്റിക്കിലൊക്കെ എടുക്കുന്ന സമയത്ത് വോയിസ് തീരെ ക്ലിയർ അല്ല. അന്ന് തൊട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഒരു മൈക്ക് മേടിക്കണം എന്നുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ഓൺലൈനായിട്ടൊരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ആ ഒരു സംഭവം അൺബോക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇതിൽ ഇത്ര വലിയ എക്സൈറ്റ്മെന്റ് എന്നില്ലേ. ആസ് എ യൂട്യൂബർ ഇതെൻ്റെ യൂട്യൂബിൻ്റെ തുടക്കത്തിൻ്റെ ഒരു പാർട്ടും കൂടിയാണ്. ഓരോ സാധനങ്ങൾ അതിലേക്ക് വേണ്ടി മേടിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം എന്നുള്ളത്. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, അൺബോക്സ് ചെയ്യാൻ പോവാണ്. അതിൽ എനിക്ക് കാണിച്ചു തരാം ഏതാണ്, ഏത് ബ്രാൻഡിൻ്റെയാണെന്നുള്ളതൊക്കെ. ഹൈ ലെവലൊന്നുമല്ല, നമ്മളൊരു മീഡിയം ലെവൽ സാധനമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് ഹൈ ലെവലൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഒരുപാട് ലെവൽ എത്തിയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. അത് ജസ്റ്റ് ഒന്ന് ഇപ്പോഴത്തെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. കുഴപ്പമില്ലാത്ത തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം കേട്ടോ. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന മൈക്കാണ്. കണ്ടിട്ട് വലിയ ബോക്സിലേക്കാണ്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെറിയൊരു സാധനമല്ലേ, വലിയ ബോക്സിൽ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഞാൻ പൊളിക്കാൻ പോവാണ് കേട്ടോ. ആക്ച്വലി ഇത് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടേ. കുറച്ച് ദിവസമായി ഓർഡർ ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ പൊളിച്ചിരിക്കുന്നു. ഒരു ബോക്സും കൂടി ഉണ്ട്. ഇത് നമ്മുടെ കവർ പൊളിച്ചു, നമ്മൾ ഇനി ബോക്സും കൂടെ ഉണ്ട് കേട്ടോ. ആക്ച്വലി നമ്മൾ മഞ്ചേരി ഒരുപാട് ഷോപ്പിലൊക്കെ പോയി നോക്കിയിട്ടോ, ഏതെടുക്കണം, എങ്ങനെയുള്ളത് എടുക്കണം എന്നുള്ള രീതിക്ക്. അവസാനം റേറ്റിന് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അതുപോലെ അതിൽ കൊടുക്കുന്ന എന്താ പറയുക, നമ്മൾ ചിലതിന് DSLR സപ്പോർട്ടല്ല നമ്മൾ ഷോപ്പിൽ പോകുന്ന സമയത്ത്. പക്ഷേ ഓൺലൈനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ. ഓൺലൈനിൽ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. എഗെയിൻ ഒരു ബോക്സ്. ബാക്ക്ഗ്രൗണ്ടിൽ ചെക്കൻ കുറയ്ക്കുന്നുണ്ട് കേട്ടോ. അവൻ എന്തോ കണ്ടിട്ട് കുറയ്ക്കുന്നതാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ ഡിജിടെക്കിൻ്റെയാണ് നമ്മുടെ വയർലെസ് മൈക്ക് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഓർഡർ ചെയ്തിട്ടുള്ള ഡിജിടെക്കിൻ്റെ മൈക്കാണ്. കണ്ടല്ലോ, ഒരു യെല്ലോ ബോക്സാണ്. കവറിങ് ഒക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ. 2-in-1 വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം. 2-in-1 ആണ്. കുറേ കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം. എനിക്കിത് പൊളിക്കാനുള്ള ഭയങ്കര എന്താ പറയുക ക്യൂരിയോസിറ്റിയിലാണ്. അപ്പോൾ നമുക്കിത് പൊളിക്കാമേ. അപ്പം ഇനി നമുക്കിതിൻ്റെ കവറൊന്ന് പുറത്തൊരു കവറുണ്ട്, അതൊന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലേഡൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. ഇതുപോലെ ഏതോ ഒരു വട്ടം ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ ജോഷിൻ്റെ ഗിഫ്റ്റ് കിട്ടിയ അൺബോക്സിങ് വീഡിയോ എടുത്ത സമയത്ത് പൊളിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ബ്ലേഡ് കൊണ്ടുവന്നുണ്ട്. പക്ഷേ ഇതിന് ബ്ലേഡിൻ്റെ ആവശ്യം വന്നില്ല. കാരണം ഓൾറെഡി ഒരു ചെറിയൊരു ഡോട്ട് ഉണ്ടായിരുന്നു. അതിൽ പിടിച്ച് ഞാൻ കയറി നമ്മൾ പ്ലാസ്റ്റിക് കവറും റിമൂവ് ചെയ്തു. അയ്യോ എനിക്ക്. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാൻ പോകണം കേട്ടോ. ഞാൻ 2 ഡ്രസ്സിലാണ് വീഡിയോ എടുക്കുന്നത്, വേറെ ഒന്നുമല്ല. ഫസ്റ്റ് ഡേ എനിക്ക് മുഴുവനായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇത് ഫുൾ അൺബോക്സ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു കോസ്റ്റ്യൂമിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനും മഞ്ഞ, നമ്മുടെ ബോക്സും മഞ്ഞ. അപ്പം ഞാൻ ഭയങ്കര എന്താ പറയുക, നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം ഇത് ഞാൻ ഒരു വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ എങ്ങനെ ഉപയോഗിക്കും കാര്യങ്ങളൊക്കെ ഇനി പഠിച്ചു വരണം. കുറച്ചൊക്കെ അറിയാം. അപ്പം ഇനി നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. അത്യാവശ്യം ടൈറ്റായിട്ടാണേ. നല്ല പാക്കേജും കാര്യങ്ങളാണ് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ ഡിജിടെക് എന്നെഴുതിയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഡിജിടെക്കിൻ്റെയാണ് കേട്ടോ മൈക്ക്. വയർലെസ് മൈക്കാണ്. 2-in-1 വയർലെസ് മൈക്കാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഡിജിടെക് എന്നുള്ളൊരു കവർ, അതൊരു പ്ലാസ്റ്റിക്കിൻ്റെയോ എന്തോ ഒരു പേപ്പർ പോലത്തെ ഒരു സാധനമാണ്. അപ്പം നമ്മുടെ ഇതിൽ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു ബോക്സ് ഇവിടെയുണ്ട്. നമ്മുടെ
ഈ വയർലെസ് മൈക്ക് വരുന്നത് ഇതിലാണ് കേട്ടോ, ഒരു ബോക്സിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട്. കാരണം നല്ല സേഫ്റ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മളെ സാധനം ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആക്ച്വലി എനിക്ക് എന്താ പറയുക, അയ്യോ ഓവറാക്കി ചളമാക്കുന്നില്ല. അപ്പം നമ്മുടെ ഇതാണ് നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഡേ. അപ്പോൾ ആളത് പുറത്തേക്ക് ഞാൻ എടുക്കുകയാണ് കേട്ടോ ആളുടെ. ഇങ്ങനെ ഒരു നല്ലൊരു ബോക്സിൽ അല്ലേ, ഒരു സാധാരണ പൗച്ച് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിൻ്റെ കൂടെ പൗച്ചൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതേ നമ്മുടെ ഈ രണ്ടെണ്ണമാണ് നമ്മുടെ വയർലെസ് മൈക്ക്. ഇത് ഞാൻ കൂടുതലായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യാനുള്ള ആ ഒരു സാധനമാണ് കേട്ടോ. ഞാൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം, കൂടുതലായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫസ്റ്റിൽ വരുന്നത്. നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത് ഇതിലാണ്, ബോക്സിലാണ് കേട്ടോ വരുന്നത്. അതിനുശേഷം ഇതേ ഇവിടെ ഒരു ബോക്സ്, ഇപ്പുറത്തെ സൈഡിലൊരു ബോക്സ് ഉണ്ട്. അതിലെന്തായിരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിൽ എന്തായിരിക്കും നോക്കാം അല്ലേ. ബോക്സിൽ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഒരു കറുത്ത ബോക്സിൽ ഒരു പെട്ടിയിലാണ്. അപ്പോൾ ഇത് നമ്മുടെ മെയിനാണ് കേട്ടോ. കാരണം ഇത് ഞാൻ കൂടുതൽ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. നമ്മുടെ DSLR ഒക്കെ കണക്ട് ചെയ്യുന്ന ആ ഒരു വയറാണ് ഈ സംഭവം എന്ന് പറയുന്നത്, ഈ ഒരു പിന്നെന്ന് പറയുന്നത് കേട്ടോ. ഒരു മുഴുവൻ എടുത്ത് കാണിച്ചാൽ വീഡിയോ ഭയങ്കര ലാഗാവും. ഞാൻ ജസ്റ്റ് അൺബോക്സിങ് എന്നുള്ള രീതിക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്ടേ. ഇതാണ് നമ്മുടെ DSLR കണക്ട് ചെയ്യുന്ന ആ ഒരു മൈക്കാണ് കേട്ടോ. സോറി, മൈക്കല്ല, ആ വയറാണ്. ഇനിയിപ്പോൾ എന്താ, അയ്യോ എന്തൊക്കെയോ സാധനങ്ങൾ ഇതൊന്ന് ചാടുന്നുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക, മറ്റേ വിൻഡ് പ്രൊട്ടക്ടർ കേട്ടോ. അതായത് നമ്മൾ മൈക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ആ സാധനം, അതിങ്ങനത്തെ 2 എണ്ണം വന്നിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു എന്താ പറയുക, ഈ ഒരു പെട്ടി തുറന്നപ്പോൾ നമ്മുടെ വയറ് കരിഞ്ഞ ഒരു സ്മെല്ലുണ്ട്. അതായത് ഈ 2 സാധനവും നമ്മളെ ആ ഒരു വിൻഡ് പ്രൊട്ടക്ടറാണ് കേട്ടോ. ആ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, എൻ്റെ കിച്ചൻ്റെയൊക്കെ രോമം പോലെയുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ മൈക്കിൻ്റെ ചാർജിങ് കേബിളാണ് കേട്ടോ. ചാർജിങ് കേബിളാണ്, നമ്മളെ C ടൈപ്പ് ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് എന്താണ്, പിന്നെ വരുന്നത് നമ്മളെ, അതായത് ആ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ട് മാഗ്നറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് പിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനത്തെ 2 സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതേ 2 OTG പോർട്ടാണ്, അതായത് ലൈറ്റ്നിങ് കേബിൾ എന്ന് പറയുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ഐഫോണിന് കണക്ട് ചെയ്യാണ്. പക്ഷേ ഇത് പണ്ട് വന്നിട്ടുള്ള, അതായത് ഇപ്പോൾ വരുന്ന റീസെൻ്റായിട്ട് വരുന്ന ഐഫോണൊക്കെ നമുക്കറിയാം C കേബിളാണ്, C പോർട്ടാണ് വരുന്നത്. പക്ഷേ ഇത് ആദ്യമൊക്കെ പണ്ടുണ്ടായിരുന്ന ഐഫോണിൻ്റെ കണക്ടറാണ്. പിന്നെ വരുന്നത് നോർമൽ എൻ്റെ ഫോണിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന C കേബിൾ, അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഐഫോൺ ഇത് യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നു. C പോർട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഇനി ഞാൻ കാണിച്ചു തരാം നമുക്ക് എങ്ങനെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതും, അതുപോലെ ഫോണിൽ വെച്ചിട്ട് ഞാൻ ആ മൈക്കൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എക്സ്പെക്റ്റേഷനിൽ അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നു. അത് നിങ്ങളാണ് പറയേണ്ടത്, നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യണം. അതായത് ഞാനിപ്പോൾ സംസാരിക്കുന്നത് മൈക്കില്ലാണ്ടെയാണ്. മൈക്ക് കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോഴുള്ള മാറ്റം പറയണേ നിങ്ങൾ. ഞാനിപ്പോൾ ഇതൊക്കെ വലിച്ചു വാരി ഇട്ടേക്കാണ്. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്കൊന്ന് മൈക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ കലാപരിപാടി എന്ന് പറഞ്ഞാൽ കേട്ടോ, നമ്മൾ മൈക്ക് യൂസ് ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ മൈക്ക് എടുത്തു, അതുപോലെ നമ്മൾ കണക്ട് ചെയ്യാനുള്ള ആ സാധനം എടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത്. ഇത് മാഗ്നറ്റാണ്. അപ്പോൾ എന്താണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ജസ്റ്റ് ഇവിടെ ഒന്ന്, ഇതിൻ്റെ മൈക്ക് ഇതേ ഈ ഒരു ഭാഗത്താണ് മൈക്ക് വരുന്നത് കേട്ടോ. അത് ബ്ലൂടൂത്ത് ഓൺ ആക്കാനുള്ള ഈ ഒരു സ്വിച്ച് വരുന്നത് ഈ യെല്ലോ ഒരു സ്വിച്ചാണ്. ഇത് നമുക്ക് ഇതിലും പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യുന്ന ആ ഭാഗത്തും എന്തുണ്ട്, ഒരു യെല്ലോ സ്വിച്ച് ഉണ്ട്. അത് നമ്മൾ ഓൺ ആക്കണം. എന്നിട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്യണം. ഞാനത് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിത് നമ്മുടെ സ്പീക്കർ വരുന്ന ആ ഭാഗം ഫിറ്റ് ചെയ്തു. ജസ്റ്റ് ആ മാഗ്നറ്റ് അവിടെ വെച്ച് കൊടുത്തു, സാധനം സെറ്റായി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫിറ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക, വിൻ പ്രൊട്ടക്ടർ വെച്ചിട്ടും അതുപോലെ തന്നെ മറ്റേ ക്ലിപ്പ് ചെയ്യുന്ന സാധനം വെച്ചിട്ടും വെക്കാം. ഇപ്പോൾ ഷർട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. അതിനാണ് ആ സാധനങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇനി അത് നേരെ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ഒരു ഫോണേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെ കുത്തുന്നു എന്നുള്ളത് കാണിച്ചു തരാൻ എനിക്ക് വലിയ ഓപ്ഷൻ ഇല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാവേ എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് കുത്തിയുന്നത്. ഇതാണ് ആ കേബിൾ കേട്ടോ, ആ ഒരു കണക്ടർ. നമ്മുടെ C to C കണക്ട് ചെയ്യുന്ന ആ സാധനം ഞാൻ എടുത്തിട്ട്
ഇതിൻ്റെ ദേ ഇവിടെ ആ ഒരു സ്പേസ് ഉണ്ട്, കണ്ട, ഇവിടെ നമ്മൾ കുത്താൻ പോവാണ് കേട്ടോ. ഞാൻ ഇതിൽ കുത്തി, ഇനി ഞാനിതും മൈക്കും ഓൺ ചെയ്തിട്ട് നമ്മുടെ ഫോണിൻ്റെ ചാർജിങ് പോർട്ടലിൻ്റെ അവിടെ കുത്താൻ പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേറെ ഫോൺ എൻ്റെ കയ്യിലില്ല, അപ്പോൾ കണ്ടോളൂ കേട്ടോ. ഹലോ ഗൈസ്, ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ഈ ഒരു മൈക്കിലാണ് കേട്ടോ. നമ്മുടെ ഒരു വയർലെസ് മൈക്കിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും പറയുന്നില്ല, അത്രയും സൗണ്ട് കുറച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ കേൾക്കുന്നു? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കേൾക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ കുറെ സാധനം സെറ്റ് ചെയ്ത് അവിടെയൊക്കെ കുത്തി കണക്റ്റ് ആയി. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന വോയിസ് എന്റെ മൈക്കിലൂടെയാണ് ഗൈസ്. അപ്പൊ ഇത്രയാണ് സാധനം. ഞാൻ ഇനി കാണിച്ചു തരാം, എത്രത്തോളം വിട്ടുപോയി കഴിഞ്ഞാൽ എത്രത്തോളം എങ്ങനെയൊക്കെ കേൾക്കുന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ ഇനി ഉമ്മറത്തേക്കൊന്ന് പോവാണ് കേട്ടോ, എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ. കോഴീന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. ഞാൻ കുറെ ഉമ്മറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇത്രയും വിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല വെയിലാ ഗൈസ്, മുടിഞ്ഞ വെയില്. തിരിച്ചു കാട്ടെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഒരു അൺബോക്സിങ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ മൈക്ക് വെച്ചിട്ട്. കാരണം അത്യാവശ്യം കേൾക്കുന്നുണ്ട്. ഞാൻ ദൂരെ പോയാൽ കഴിഞ്ഞതിന് ശേഷമൊക്കെ ഞാൻ ആ ക്ലിപ്പ് കാണുന്ന സമയത്ത് അത്യാവശ്യം കേൾക്കുന്ന, അത്യാവശ്യം ഡിസ്റ്റൻസിൽ നമുക്കത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ വോയിസും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു മൈക്കിന്റെ റേറ്റ് എന്ന് പറയുന്നത് 3743 രൂപയാണ് കേട്ടോ. ഓൺലൈനായിട്ട് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ടാറ്റ, ബൈ ബൈ.